13 വയസ്സുള്ള ഒരു പെൺകുട്ടി എഴുതുന്നു, ഉസ്താദേ, സ്വലാത്തു ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ എൻ്റെ മനാമിൽ സ്വപ്നത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. എനിക്ക് 13 വയസ്സാണ്. ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ വാദിന് പോയപ്പോൾ അവിടുത്തെ മുദർരിസ് ഉസ്താദ് ഒരു കടലാസ് കത്തിലുള്ളത് എന്നോട് അതേ പറഞ്ഞു തരികയാണ്. അത്ഭുതപ്പെട്ടു പോയി. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അങ്ങനെയുള്ള ഒതുക്കമുള്ള മക്കളും ഇന്ന് ഉണ്ട് കേട്ടോ. ഇല്ലാന്നല്ല ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് നന്നാകാൻ നോക്കണം. ചരിത്രമാണ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഞങ്ങളൊരു കപ്പലിൽ കയറി. ആ കപ്പലിൽ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനുമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കടലിന്റെ ഒരു പകുതിയിൽ എത്തിയപ്പോഴേക്ക് ആ കപ്പലിലുള്ള ഒരാളുടെ സഞ്ചി കാണാതെയായി. ഒരാളുടെ സഞ്ചി, ഒരു കവർ കാണാതെയായി. ആ കവറ്, അതിൽ ധാരാളം പണമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പണമുള്ള ഒരു കവർ കാണാതെയായി. അങ്ങനെ കപ്പലിൽ ഉള്ള എല്ലാവരെയും പരിശോധിച്ചു നോക്കി, ആരാണ് ആ കവറെടുത്തത് എന്നിങ്ങനെ നോക്കി. ഒരു പിടുത്തവുമില്ല. ഇനി അവസാനം ഒരാളെ മാത്രമേ പരിശോധിക്കാൻ ബാക്കിയുള്ളൂ. അത് ഈ പറഞ്ഞ കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ മാത്രമാണ് ഇനി പരിശോധിക്കാൻ ബാക്കിയുള്ളൂ. അങ്ങനെ കപ്പലിലുള്ള എല്ലാവരും ആ ചെറുപ്പക്കാരനെ പരിശോധിക്കാൻ ആ ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്നപ്പോൾ വല്ലാത്തൊരത്ഭുതമുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഉടനെ ആ കപ്പലിൽ നിന്ന് ഒരൊറ്റ ചാട്ടമങ്ങ് ചാടി കടലിലേക്ക്. ആ കപ്പലിൽ നിന്നൊരൊറ്റ ചാട്ടമാണ് കടലിലേക്ക് ചാടി. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നിട്ടോ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാണ്. ഈ ചെറുപ്പക്കാരൻ എങ്ങോട്ടാ പോയത്? നോക്കുമ്പോൾ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. ആ കടലിന്റെ തിരമാലയോ അതെ, അതൊരു കട്ടില് പോലെ ഇരിക്കുകയാണ്. അങ്ങനെ കടലിന്റെ തിരമാല കട്ടില് പോലെയാക്കിയിട്ട് അതിന്റെ മുകളിൽ, അതിന്റെ മേൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ, അതെ, ഞങ്ങളൊക്കെ ഇങ്ങനെ കപ്പലിൽ തന്നെ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടുന്നത് കാണുകയാണ്. ഈ ചെറുപ്പക്കാരൻ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. യാ മൗലായ, യജമാനനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എവിടുന്നാണ് ദുആ ചെയ്യുന്നത് ചെറുപ്പക്കാരെ? കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഇരുന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. യജമാനനായ റബ്ബേ, ഇന്ന ഹൗലായി തഗമുനി, ഈ കപ്പലിലുള്ള ആളുകളെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചു പോയി അല്ലാഹ്. അവരുടെ കവർ ഞാനാണ് കട്ടെടുത്തത് എന്ന് അവർ എന്നെ തെറ്റിദ്ധരിച്ചു പോയി അല്ലാഹ്. ഞാൻ അത്തരക്കാരനല്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അവർക്ക് എന്റെ പവർ എന്താണെന്ന് ഇപ്പൊ നീ കാണിച്ചു കൊടുക്കണോ. ഞാനൊരു ചില്ലറക്കാരനല്ല, ഒരത്ഭുതമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് നീ അവർക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കണോ. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? അൻത അമുറ കുല്ല ദാബത്തിൻ ഫീ ഹാദൽ മകാൻ, ഈ കടലിൽ, ഈ സ്ഥലത്തുള്ള എല്ലാ മൃഗങ്ങളോടും നീ കൽപ്പിക്കണം, ആ മൃഗങ്ങൾ ഇവിടെ എന്റെ മുന്നിൽ വരണം. എന്നിട്ടോ ആ മൃഗങ്ങൾ അവരുടെ തല കടലിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുതരണം. ആ മൃഗങ്ങളുടെ വായക്കുള്ളിൽ അതേ മുത്തുകൾ ഉണ്ടാകണം, ഡയമണ്ടുകൾ ഉണ്ടാകണം, രത്നങ്ങൾ ഉണ്ടാകണം. ആ വായയിലൂടെ മുത്തുകളും രത്നങ്ങളും പുറത്തേക്ക് ചാടണം. എന്റെ മുന്നിൽ ആ മൃഗങ്ങൾ വന്നിട്ട് വാ തുറക്കണം. അപ്പൊ ഈ കപ്പലിലുള്ള ആളുകൾ അവരെന്നെ തെറ്റിദ്ധരിച്ചതല്ലേ, അവർക്ക് ഞാൻ ആരാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ പവർ എന്താണെന്ന് അവർക്കൊന്ന് മനസ്സിലാകണം. അതുകൊണ്ട് റബ്ബേ, ഈ സ്ഥലത്തുള്ള മൃഗങ്ങളെ നീ ഒന്ന് കടലിന്റെ പുറത്തേക്ക് അവരുടെ തലയൊന്ന് കൊണ്ടുവരണേ അല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഈ സംഭവം കപ്പലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണാണ്. ഈ ചെറുപ്പക്കാരൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കപ്പലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണാണ്. ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്തതേയുള്ളൂ, ഉടനെ ഒരുപാട് മൃഗങ്ങൾ
ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ, ഈ കപ്പലിന്റെ മുന്നിൽ ഈ മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ആ മൃഗങ്ങൾ അവരുടെ തലയെല്ലാം കടലിന്റെ പുറത്തേക്കിടുന്നു. ഓരോ മൃഗത്തിന്റെ വായയിലും മുത്തുരത്നങ്ങൾ ഇങ്ങനെ തിളങ്ങുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ഉടനെ ആ കടലിലെ തിരമാലകളുടെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ ആ തിരമാലകളിൽ നിന്ന് കടലിന്റെ ഉള്ളിലേക്ക് പോയി. ആ കടലിലേക്ക് ഇറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യജമാനനായ റബ്ബിനോടൊരു വാചകം പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം സൃഷ്ടിച്ചു തരാൻ ആവശ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, നിന്നെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന അർത്ഥമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ആ ചെറുപ്പക്കാരനെ പിന്നെ കാണുന്നില്ല. അതുവരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഈ വലിയ അത്ഭുതം കാണിച്ചിട്ട് പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചാൽ ആ റബ്ബിന്റെ അരികിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. അത് ആഖിറത്തിൽ മാത്രമല്ല, പരലോകത്ത് മാത്രമല്ല, ദുനിയാവിലും വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി പോയി. പിന്നീട് ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറയാണ്, പിന്നെ ഞാൻ എൻ്റെ നാട് വിട്ടു. പിന്നീട് ഞാനിതാ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. നാടുകൾ കണ്ട്, ആ നാടുകളിലുള്ള മഹാന്മാരായ ഔലിയാക്കളെ കണ്ട് അവരെ കൊണ്ട് എൻ്റെ മനസ്സൊന്ന് ശുദ്ധീകരിച്ചെടുത്ത് എൻ്റെ ഖൽബിൽ പിന്നീട് എൻ്റെ രാജാവായ യജമാനനായ അല്ലാഹുവിനെ കുറിച്ചല്ലാതെ എൻ്റെ ഖൽബിൽ വേറെ ഒരു ചിന്തയും വന്നുകൂടാ എന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ മനസ്സ് യജമാനനായ റബ്ബിലേക്ക് തിരിക്കുന്നു. പിന്നീട് എനിക്ക് ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയും ഇല്ല. എന്ത് വിഷമങ്ങളുണ്ടായാലും ഏത് പ്രയാസങ്ങളുണ്ടായാലും റബ്ബിനോട് ദുആ ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല. ആരോട് സങ്കടം പറഞ്ഞാലും എല്ലാവർക്കും ഞങ്ങളെ സങ്കടം കേൾക്കുമ്പോൾ സന്തോഷമാവുള്ളൂ, ബേജാറൊന്നും ആവില്ല. നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ആളുകളോട് പോയി പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര സങ്കടാവുന്നതാണ്. ഇല്ല, ആളുകൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ എപ്പായും കൊടുക്കാൻ സന്നിമീറണു, ആളുകൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ എപ്പായും ഒന്ന് കാല് ചാരിട്ട് മൂലണു, എങ്ങനെ ശരിയാവുള്ളൂ. അപ്പൊ അവരോട് പോയിട്ടാ പറയണേ, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു കേട്ടോ എന്നാണ്. അപ്പൊ അവന് മുന്നിൽ ഒക്കെ അങ്ങനെ ആവ തീറാത്തുള്ള ബാവ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നല്ലാതെ അപ്പുറത്ത് പോയിട്ട് ബാബാന്റെ പണിമാരന്നെ. എന്താ കാരണം? കൈയടിച്ചിട്ട് ചിരിക്കുക, അങ്കെ ആകാ വേക്കു ഹല്ലു മുറിയാ വേക്കു. അങ്ങനെ കുട്ടികൾ അങ്ങനെ പണില്ലേ പണ്ടൊക്കെ. ഇവിടെ കന്നഡൊക്കെ അറിയില്ലേ? കന്നഡ അറിയാതെ നോട്ടീസിലൊക്കെ കന്നഡ, ഇപ്പൊ കന്നഡ തന്നെ അല്ലേ? എന്താ മലപ്പുറം, കോഴിക്കോടാ അല്ലെ? കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ അല്ലേ? പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? ഇന്നിപ്പോ പിന്നെ പഴയതെല്ലാം പോയില്ലേ, ഒക്കെ പുതിയതല്ലേ. അങ്കെ ആകാ വേക്കു ഹല്ലു മുറിയാ വേക്കു. അങ്ങനെ തന്നെ ആകണോ, അങ്ങനെ തന്നെ സംഭവിക്കണോ? അതുകൊണ്ട് ആരോട് പോയി എന്ത് സങ്കടം പറഞ്ഞാലും ആർക്കും ഞങ്ങളെ സങ്കടം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിനെന്തിനാണ് കണ്ടു കാണുന്നവരോടൊക്കെ ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നത്? അതിന് പകരം ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയാണ്, നിങ്ങളെ സങ്കടങ്ങളൊന്നും നിങ്ങൾ പറയേണ്ടത് റബ്ബിനോടാണ്. ആ റബ്ബിനോട് നിങ്ങളുടെ സങ്കടം പറയുന്നതിന് നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നരുത്. വലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈരി. റബ്ബിനോട് ഖൈറായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിന് മനുഷ്യന് ഒരിക്കലും ഒരു മടുപ്പ് തോന്നരുത് കേട്ടോ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിനൊരു മടുപ്പ് തോന്നരുത്. ചോദിക്കുന്നത് റബ്ബിനോടാണല്ലോ. ആ റബ്ബിനോട് ചോദിക്കുന്നത് എന്തിനാണ് മടി കാണിക്കുന്നത്? ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, അതേ സമയത്ത് വഇൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്. അവന് രോഗം ബാധിച്ചാൽ, അവന് കടമുണ്ടായാൽ, വേറെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ പിന്നീട് റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ നിരാശനായി പോവുകയാണ്. എത്ര വലിയ രോഗമുണ്ടെങ്കിലോ, ഞാൻ എൻ്റെ വാദ കേൾക്കുന്ന കാരണവന്മാരോട് പറയട്ടെ, എൻ്റെ വാദ കേൾക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, എൻ്റെ വാദ കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, എന്ത് പ്രയാസങ്ങൾ വന്നാലും നിരാശപ്പെടേണ്ടതില്ലല്ലോ. പറയുന്നു, ഡോക്ടർമാരെ കൈവിട്ടുപോയി ഉസ്താദേ, അവസാനത്തെ സ്റ്റേജാണ് നാ പറയുന്നത്. എന്ത് സ്റ്റേജാണെങ്കിലും ഡോക്ടർമാരെ കാണാത്ത അപ്പുറത്ത് വേറെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഡോക്ടർമാരെ കാണാത്ത അപ്പുറത്തൊരു രംഗമുണ്ട് കേട്ടോ. അത് ഒരു ഡോക്ടറിനും കാണാൻ കഴിയില്ല. അത് യജമാനനായ റബ്ബിന് മാത്രമേ കാണാൻ
കാണാൻ കഴിയുകയുള്ളൂ. ആ റബ്ബിനോട് എന്ത് ദുആ ചെയ്യുന്നതിനോ എത്ര ദുആ ചെയ്യുന്നതിനോ ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല, ഒരു മടുപ്പും തോന്നാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അതേ സമയത്തും മനുഷ്യന്റെ ഒരു സ്വഭാവം ഒന്ന് ആലോചിച്ചു നോക്ക്. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് മനുഷ്യനെ പടച്ച അള്ളാഹ് പറയാണ് അല്ലേ? അങ്ങനെയല്ലേ ഓരോരുത്തർക്കും അള്ളാഹ്ക്കല്ലേ ഇപ്പൊ മനുഷ്യനെ കുറിച്ച് ഫുള്ളായിട്ട് അറിയണത്. ഞങ്ങളുടെ നാട്ടിൽ പറയും അവന്റെ ഹണമറ അവന്റെ ഔത്രങ്കല്ലേ കൊന്തു എന്ന് പറയും. ഒരു ചങ്ങാതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ഉദാഹരണം പറയാം. ഒരു ചങ്ങാതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നാട്ടിലാകെ ചർച്ചയാണ്. എന്തായെങ്കിലും അവന്റെ ഔത്ര പറത്തിയുടെ തീരാന്തല്ലേ, ഔത്ര പറത്തിയുടെ തീരാന്തല്ലേ. അപ്പൊ ഒരുത്തം വന്നിട്ട് അഭിപ്രായം പറഞ്ഞു, അതെ അവന്റെ ഹണപറ അത് അവന്റെ ഔത്രങ്കല്ലേ കൊന്തു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സമയത്ത് അവന് എന്ത് ബെടക്കായിട്ടിക്കോ അവന്റെ ഹണപറ എന്തിനാണ് അവന്റെ ഔത്രങ്കേ കൊന്തു, എല്ലാവരും കൊന്തില്ലേ, അതുകൊണ്ട് അവന്റെ ഔത്രങ്ക എന്റെ പറത്തിട്ടേക്ക് എന്താ അവർ കാരണിക്കൂ വെറുതെ പറഞ്ഞതല്ലേ. ഓരോരുത്തർക്കും അവരവരെ വീട്ടിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയുള്ളൂ. പടച്ചറബേ, ഒരു വല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചങ്ങായിണ്ട്, വല്ലാതെ പ്രവർത്തിക്കും. ഒരിക്കലും അവന്റെ വീട്ടിൽ നിന്ന് കോളം വന്നതാണ്. അതെ, അവിടെ എല്ലാം പിന്നെ പ്രവർത്തനത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളില്ലേ, അതെ അത് നന്റെ മാപ്പിള ഉസ്താദ്. ഞാൻ കരുതി എന്താണെന്നറിയോ, ഇത് ഭയങ്കര പിന്നെ അങ്ങനെ ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടി വിളിച്ചതായിരിക്കും അല്ലേ. എൻ്റെ മാപ്പിള നല്ല ദീനിക പ്രവർത്തിക്കണേ. എന്നിട്ട് ഈ ഭാര്യ വരണമെന്നറിയോ, ഈ ഭാര്യ വരണമെന്ന് എന്നിട്ട് എന്നെ വിളിച്ചതിനെന്ന് പറഞ്ഞാൽ എല്ലാം വിളിച്ചിട്ട് ഉപദേശിക്കണോന്ന് അങ്ങനെ അതിനെ വിളിച്ചത്. എന്നിട്ട് ഈ ഭാര്യ എന്താ പറഞ്ഞറിയോ, ഉസ്താദേ തങ്ങന്മാരെ ഉസ്താദുമാരെ എതിർന്ന് മാത്രം അങ്ങനെ മങ്കട പലാക്കടേ അങ്ങനെ പറഞ്ഞു. തങ്ങന്മാരെ ഉസ്താദുമാരെ എതിർന്ന് മാത്രം അങ്ങനെ ആക്കടേ. അതേ ടൈമിൽ ഔത്തുൽ വന്ന് നോക്കിയെങ്കിൽ ഇങ്ങോട്ട് നോക്കി എന്താണ് അങ്ങനെ ഇങ്ങനെ പോവും വരും, കുറച്ച് കഴിഞ്ഞാൽ വേറെ ആൾ വരും, അങ്ങനെ പോകും. അതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. ഞങ്ങൾ അള്ളാന്റെ ദീൻ ഇൽമ കേൾക്കാൻ വേണ്ടി വരും. ഞാൻ പോയാലും നോക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ഡ്യൂട്ടി അല്ല ഇവിടെ നിൽക്കാതെ. അതുകൊണ്ട് വേറെ ആര് പോയാലും സദസ്സുകൾ എല്ലാവരും പോയി തന്നെ സങ്കല്പിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾ വന്നത് വേറെ ആൾ വന്നു എന്ന് കരുതിയിട്ടാ, അവർ അവസാനം വരെ ഇരിക്കുമെന്ന് കരുതിയിട്ടാ, അങ്ങനെ കരുതി നേരത്തിരുന്നല്ല. ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ ഇൽമ കേൾക്കാൻ നമ്മൾ പഠിക്കാൻ. ആരെങ്കിലും അത് വിഷയമല്ല. അത് ചിലപ്പോൾ കാരണം മൂത്തിക്കാൻ പോയിരിക്കും, പോയി കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയും പോകാനുണ്ടാവും, അങ്ങനെ പോയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ഞാൻ വേദന തീരുന്നവരെ ഞാൻ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് തങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. ദ്വാരക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഞാൻ നിങ്ങൾ പാപ്പ വരും. ഇൻഷാ അല്ലാഹ് തങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യം പറയണം. കുറച്ച് നേരം ഇനി പറയുള്ളൂ, ഒരു കാമണിക്കൂറേ വാതുള്ളൂ, അപ്പോഴേക്ക് 10 മണിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശ്രദ്ധ പോകുമ്പോൾ പിന്നെ വേദന മുസ്ലിയാരെ ശ്രദ്ധ പോകും, പിന്നെ ആകെ വിഷയമാണ്. ഞാൻ പിന്നെ ഓരോ ദിവസം വേറെ വേറെ വിഷയം പറയാം. ഇന്നലെ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞല്ല ഇന്ന് പറയാം. ഇന്ന് പറഞ്ഞതല്ല നാളെ ഉജറയിലാണ് വേദ, ഉജറയിൽ വേദ വേറെ വിഷയം. മറ്റന്നാൾ ചെന്നാറിലാണ് വേദ, ചെന്നാറിലെ വേദ വേറെ വിഷയം. ഇത് കഴിഞ്ഞിട്ട് BC റോഡ് കൊപ്പളത്താണ് വേദ, അവിടുത്തെ വിഷയം വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം ദിവസങ്ങൾ ഇങ്ങനെ കിതാബ് നോക്കിയിട്ട് വേറെ വേറെ കൊണ്ടുവരാൻ. കാരണം ഈ സാധനം മുന്നിലുള്ളതുകൊണ്ട് എന്നും പറഞ്ഞതിനെ പറയാൻ പാടില്ല. ലൈവിൽ ഇങ്ങനെ കേൾക്കുന്നവരുണ്ടാകും. ഇവിടെ വന്നപ്പോഴും ഉസ്താദ് പറഞ്ഞു എല്ലാ സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഞങ്ങൾ ഇന്നത്തെ പരിപാടിൻ്റെ വീഡിയോകളായിരുന്നു ഉസ്താദേ. അപ്പോൾ എല്ലാവരും എന്നും വേല കേൾക്കുന്ന അർത്ഥം. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത്, ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ പെരുമാതുറയിൽ പറഞ്ഞ അതേ വിഷയം ഇന്ന് അത് പറഞ്ഞാൽ സ്ത്രീകൾ പറയും ഇതെല്ലാം ഒത്തുചൊന്ന അതേ ചരിത്രങ്ങളുടെ ബാബ, എല്ലാം ഒത്തുചൊന്ന അതേ വിഷയങ്ങളുടെ ബാബ. അവിടെയാണ് വിഷയം വേറെ വേറെ പറയാം. അതുകൊണ്ട് അത് മാറിപ്പോകാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധ മാറ്റിയാൽ അത് മാറും. എന്താ ഞാൻ പറഞ്ഞത്? അതാണ്. അല്ല, എല്ലാ തങ്ങന്മാരെ കാണുമ്പോൾ അബ്ദുള്ളാജി പറഞ്ഞ ശരിയാ, എല്ലാ തങ്ങന്മാരെ കാണുമ്പോൾ മാത്രം ഉസ്താദ്മാരെ കാണുമ്പോൾ മാത്രം അങ്ങനെ പോലെ ഔത്തുൽ ഭയങ്കര ഉഷാർ ഉസ്താദ്. ഞാൻ പറഞ്ഞ ഔത്തുൽ ഉഷാറിനെ വേണ്ടല്ലേ? അല്ല, അങ്ങനല്ല. പിന്നെ എന്നെ അടിക്കുന്നു, എന്നെ ചീത്ത പറയുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഓരോരുത്തരും അവന്റെ ഹണവർ അവന്റെ പുറക്കാർക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങൾ ഏറ്റവും നല്ല മാന്യന്മാരാവേണ്ടത് ആർക്കെന്നറിയോ? നിങ്ങളെ പുറക്കാർക്കാണ്. അല്ലെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞതുപോലെ ആവും, തലയിൽ തൊപ്പി കയ്യിൽ കുപ്പി. തലയിൽ തൊപ്പി, ഓന്റെ തലയിൽ നോക്കുമ്പോ എങ്ങനെ തൊപ്പി, കയ്യിൽ നോക്കുമ്പോ കുപ്പി. എന്തിന്റെ കുപ്പി? സ്പ്രൈറ്റിന്റെ അല്ല, പിന്നെ കള്ളിന്റെ കുപ്പി. ഓൻ എന്തിന് തലയിൽ തൊപ്പി വെച്ചു? തലയിൽ തൊപ്പി വെച്ച ഓൻ എന്തിന് കയ്യിൽ കുപ്പി പിടിച്ചു? അതങ്ങനെയാണ്. അപ്പോ ഞങ്ങളെ പടച്ച അള്ളാഹ്ക്കല്ലേ ഞങ്ങളെ കുറിച്ച് A to Z അറിയുള്ളൂ. നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. പക്ഷെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അറിയുന്ന ഒരു രാജാവില്ലേ റബ്ബ്. ആ റബ്ബ് മനുഷ്യന്റെ ഒരു മോശപ്പെട്ട സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങള്. ആ സ്വഭാവം മനുഷ്യനുണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അതേതാണ്? വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനാ ബിജാനിബിഹി. ഖുർആനിൽ അള്ളാഹ് പറയാണ്, മനുഷ്യന് ഞാൻ ഒരു അനുഗ്രഹം ചെയ്താൽ ആ മനുഷ്യൻ അവന് എന്നെ ഓർക്കാൻ നേരമുണ്ടാകൂല. ചില മനുഷ്യന്മാർ അങ്ങനെയല്ലേ, അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒരു ദിക്റിന്റെ മജ്‌ലിസും ആവശ്യമില്ല.
പള്ളിക്ക് സ്വതക്ക കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സ്വലാത്തിന്റെ സദസ്സിലേക്കും വരേണ്ട ആവശ്യമില്ല. ഇത് സ്വലാത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയും കൂടിയല്ലേ. അവനെ ഒരു സ്വലാത്തിന്റെ സദസ്സിലും കാണുന്നില്ല. കാരണം എന്തേ? അവന്റെ കയ്യിൽ നല്ല പണുണ്ട്, അവന് നല്ല ആരോഗ്യമുണ്ട്. പിന്നീട് കുറച്ച കാലം കഴിഞ്ഞതിന് ശേഷമോ ഓനെ എല്ലാ സ്വലാത്തിന്റെ മജ്‌ലിസിലും കാണുന്നുണ്ട്, ആ തങ്ങളെ സ്വലാത്തിലും കാണുന്നുണ്ട്, ഇത്തങ്ങളെ സ്വലാത്തിലും കാണുന്നുണ്ട്, അവിടെയും കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്, നാട്ടിലെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിലും കാണുന്നുണ്ട്. എന്തേന്ന് ചോദിക്കുമ്പോ അവന്റെ മറുപടിയാണ് എനിക്കിപ്പോ ക്യാൻസർ ആണ്. അവൻ പറയാണ് 3ാമത്തെ സ്റ്റേജാണ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജാണ്, ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സ്വലാത്തിന്റെ സദസ്സിൽ പോകുന്നത്, ദിക്റിന്റെ സദസ്സിൽ പോകുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ല ശർറും അവരെ പിടികൂടിയാൽ പിന്നെ നീട്ടി വലിച്ചിട്ട് ദുആ ചെയ്യാൻ തുടങ്ങും. ദുആന്റെ സദസ്സ് എവിടെയുണ്ടെന്ന് തേടിപ്പോകും. ആ തേടിപ്പോകാൻ തോന്നിയത് എപ്പോഴാണ് ബാപ്പാ? ഒരു രോഗം വന്നപ്പോഴാണ്, കടമുണ്ടായപ്പോഴാണ്, പെണ്ണിനെ മകളെ കെട്ടിച്ചയക്കാൻ സമയമായി, വേറെ ഒരു വഴിയുമില്ലാതെ ആയപ്പോഴാണ്. അതുവരെ അവർക്ക് അങ്ങനെ ഒരു സദസ്സിൽ പോയി ഇരിക്കാൻ തോന്നിയില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായേ ഇല്ല. ഇത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് മാത്രമല്ല യജമാനനായ റബ്ബിനെ കുറിച്ച് ഓർക്കേണ്ടത്. റബ്ബിനെ കുറിച്ച് എപ്പോഴും ഓർക്കണം, അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകും ദുനിയാവാകുമ്പോൾ. അങ്ങനെയാണ് ദുനിയാവ് ഈമാനുള്ളവർക്ക് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഫലസ്തീനിൽ കണ്ടില്ലേ നിങ്ങള്? അല്ലാഹു ഫലസ്തീനിലെ ജനതകൾക്ക് അല്ലാഹു വലിയ കാവൽ നൽകട്ടെ, അല്ലാഹു വലിയ സംരക്ഷണം നൽകട്ടെ. ഫലസ്തീന്റെ ജനതകളെ കണ്ടില്ലേ നിങ്ങൾ? ചെറിയ കുരുന്നുമക്കൾ പോലും. അതുകൊണ്ടാണ് ഇന്നിപ്പോ കുറച്ച് ആളുകളെ സ്റ്റാറ്റസ് നോക്കിയപ്പോ, സ്റ്റാറ്റസിന്റെ കാലല്ലേ ഇന്നിങ്ങനെ, അപ്പൊ ചിലര് ഞങ്ങൾ സ്റ്റാറ്റസ് നോക്കും. എന്തിനെന്ന് പറഞ്ഞാല് എന്തെങ്കിലും പറയാൻ പുതിയത് വല്ലതും കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കണം. അങ്ങനെ നോക്കുമ്പോ ഇന്ന് കണ്ടതാണ്, പടച്ചറപ്പേ, അത് ക്രിക്കറ്റുകാർക്ക് വേണ്ടി പറയാണ്, എല്ലാവർക്കും വേണ്ടി പറയല്ല. വിരാട് കോഹ്ലി അവനെ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഗ്രൗണ്ടിൽ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അവന്റെ ടീഷർട്ടിൽ ഞാൻ ഫലസ്തീനിനെ പിന്തുണക്കുന്നു എന്നിങ്ങനെ എഴുതി വെച്ചത് കാണാം. എന്തേ ഫലസ്തീനിനെ പിന്തുണക്കാൻ കാരണം? ഫലസ്തീനുകാർ അവരുടെ മണ്ണിന് വേണ്ടി അവർ പോരാടുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സന്ദർഭങ്ങളിൽ ഈ രാജ്യത്തിന്റെ ദേശസ്നേഹികൾ അവർ ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചിട്ടാണ് ആ സമരഗോതയിൽ മുന്നിൽ ഉണ്ടായത്. ഇതുപോലെ ഫലസ്തീനുകാരുടെ മൺതരി അത് ഒരു യഹൂദിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല, ഇസ്രായേലിന് കൊടുക്കാനുള്ളതല്ല. ആ ഇസ്രായേലുകാർക്ക് കുടികൊള്ളാൻ ഒരു ചെറിയ ഇടം പോലും ഇല്ലാതെ ആയപ്പോ പാവങ്ങളായ ഫലസ്തീനുകാരോട് ചോദിച്ചു വന്നപ്പോ ഫലസ്തീനുകാരുടെ ഔദാര്യം കൊണ്ട് കൊടുത്തതാണ് സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങൾ മുഴുവനും കവർന്നെടുത്ത് ഇപ്പോൾ ഫലസ്തീനുകൾക്ക് ഒരു ചെറിയ മൺതരി പോലും ഇല്ലാത്ത രൂപത്തിൽ അധിനിവേശത്തിന്റെ കയറ്റത്തിന്റെ മകുടോദാഹരണങ്ങളാണ് ഇസ്രായേൽ എന്ന ക്രൂര സമൂഹം ഫലസ്തീനുകാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ദ്വാർക്കണ്ടെന്നല്ല, വെള്ളിയാഴ്ച ദ്വാ ചെയ്യണം, 5 നേരം നിസ്കാരത്തിന് ശേഷം ദ്വാ ചെയ്യണം. പക്ഷേ ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും ഒരു കടപ്പാടില്ലടാ ആ കൂട്ടരോട്, ഫലസ്തീനുകാരോട് ഒരു കടപ്പാടില്ലേ? ആ കടപ്പാടിന്റെ ഭാഗമാണ് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ മുഴുവനും കൈവെടിയണം. ഇന്നലെയും ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വാത് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് ഫലസ്തീൻ ഇങ്ങനെ പറഞ്ഞെടുക്കുകയാണ്. കയ്യിൽ കുടിക്കുമ്പോൾ കയ്യിൽ വേണ്ടത് പെപ്സി തന്നെയാണ്. പെപ്സി ഇല്ലാതെ നമുക്ക് ബിരിയാണി ഇറങ്ങൂല, പെപ്സി ഇല്ലാതെ നെയ്ച്ചോറ് ഇറങ്ങൂല, പെപ്സി മുന്നിലാണ്. പടച്ചിറപ്പേ, ഹോട്ടലിൽ കയറിയാൽ പെപ്സി വേണോ എന്ന് ചോദിച്ചു വരുമ്പോ പെപ്സി വേണ്ട, അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നം, അത് വേണ്ട എന്ന് പറയാൻ കഴിയണം. അങ്ങനെയാണ് ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാനാണ്? എന്ത് സംഭവിച്ചോട്ടെ, സംഭവിച്ചാതിരിക്കട്ടെ, അത് വിഷയം വരെ. പക്ഷേ മനസ്സുകൊണ്ടുള്ള ഒരു വെറുപ്പെങ്കിലും ആ ജനതയോട് കാണിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കും ഫലസ്തീനിലെ മുസ്ലിമുകൾക്കും എന്തു കൂറാണുള്ളത്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ പരീക്ഷണങ്ങളെല്ലാം ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വലിയ പദവി ലഭിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്ക്. ഒരു രോഗം പാടില്ല, ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ അവസാനം വരെ കഴിയണം. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ സിജുനുൽ മുഅ്മിൻ. ഓ ചെറുപ്പക്കാരെ, ദുനിയാവെന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജയിലറയാണ്, തടവറയാണ്. ഇവിടെ എപ്പോഴും നിനക്കൊരു സുഖമുണ്ടാകണമെന്ന് നീ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല.
ദുനിയാവിൽ നിനക്ക് സുഖം കുറഞ്ഞു പോയാലും സാരമില്ല, നിനക്കതാ രോഗമുണ്ടായേക്കും, ചിലപ്പോൾ ജനങ്ങൾ നിന്നെ അപമാനിച്ചേക്കും. വിഷമിക്കണ്ട, നിനക്ക് ആഖിറത്തിൽ വലിയ സുഖമുണ്ടാകും, ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹു, ആ അടിമയെ അല്ലാഹു തആല ഓരോന്നും കൊടുത്തിട്ട് പരീക്ഷിക്കാൻ തുടങ്ങുന്നു. ആരാണിത് പറയുന്നത്? മുസ്ലിം ചെറുപ്പക്കാരെ, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റബ്ബ് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയെ ഓരോന്നും കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഒരു ചെറിയ സ്നേഹമുണ്ടെങ്കിൽ തന്നെ അല്ലാഹ് അങ്ങനെയാണ് പരീക്ഷിക്കുക. ഇനി ഇദാ അഹബ്ബഹു ഹുബ്ബൻ ശദീദാ, ആ അടിമയെ അല്ലാഹു തആല ഒന്നും കൂടി ശക്തമായി സ്നേഹിച്ചാലോ, അമിതമായി അല്ലാഹു തആല അടിമയെ സ്നേഹിച്ചാലോ, ഇഫ്തനാഹു, ആ അടിമക്ക് ഒരു സമ്പത്തും അല്ലാഹ് ഈ ദുനിയാവിൽ ബാക്കി വെക്കാതെ നഷ്ടപ്പെടുത്തും. കൊടുത്ത ഒരു കുട്ടിയെ പോലും ബാക്കി വെക്കാതെ എല്ലാ മക്കളെ അല്ലാഹു തആല വേഗം തിരിച്ചെടുക്കും. അങ്ങനെയൊക്കെ അല്ലാഹു തആല ചെയ്യുന്നത് ആരോടാണ്? അടേ, ഈ റബ്ബിന് എന്താണ് ഇത്രയും കാരുണ്യമില്ലാത്തത് എന്നല്ല ചിന്തിക്കേണ്ടത്. ആ റബ്ബിന് എന്നോട് ഇത്രയും അധികം സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം റബ്ബ് ചെയ്യുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചതാണ്. ഈ എല്ലാ പ്രയാസങ്ങൾ എൻ്റെ യജമാനനായ റബ്ബ് എനിക്ക് തരുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഫഇൻ സ്വബറാ, ആ അടിമ അങ്ങ് ക്ഷമിച്ചാൽ, വറദിയാ, ആ അടിമ ഈ പരീക്ഷണം തൃപ്തിപ്പെട്ടാൽ, അവൻക്ക് ഈ ഒരാളോടും ഈ അസുഖത്തെക്കുറിച്ച് സങ്കടം പറയാനില്ല. എത്ര ആളുകളാണ് പറയുന്നത്, ഉസ്താദേ ഞങ്ങളെ കയ്യിലൊന്നുമല്ലല്ലോ അത്, റബ്ബങ്ങ് തരുന്നു, അവനെന്തോ ഒരു ഖൈർ വെച്ചിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, ചിലപ്പോൾ നല്ല വേദനയുണ്ടാകും, വല്ലാത്ത രോഗം വന്നിട്ട് ശക്തമായ വേദനയുണ്ട്, പക്ഷെ ഇന്ന് വരെ വേദനിക്കുന്നു എന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കുക തന്നെ. പടച്ച റബ്ബ് ഇഷ്ടമുള്ളവർക്കല്ലേ രോഗങ്ങളെ നൽകുള്ളൂ. ആ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടു, ആ റബ്ബ് എന്നെ പൊരുത്തപ്പെട്ടു. ആര് എന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ, ആര് എന്നെ പ്രേമിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നെ സ്നേഹിക്കേണ്ടത് എന്റെ യജമാനനായ റബ്ബല്ലേ. ആ റബ്ബ് എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ആ റബ്ബ് എനിക്ക് ഈ രോഗം തന്നത്, ഈ പ്രയാസം തന്നത്. അങ്ങനെ ഒരടിമ ക്ഷമിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇജ്തബാഹു, ആ അടിമയെ അള്ളാന്റെ ആളായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അയാള് പിന്നെ അള്ളാന്റെ ആളാണ്. അതുകൊണ്ടാണ് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഓ ഉമ്മമാരെ, ആ വിഷമങ്ങളെല്ലാം യജമാനനായ റബ്ബിന് വേണ്ടി ക്ഷമിക്കണം. ഇനി ഒന്നും കൂടി ഞാൻ പറയട്ടെ, ചിലപ്പോൾ വിഷമങ്ങളുള്ളത് ഭർത്താവിന്റെ വീട്ടിലായിരിക്കോ. ഒറ്റ കാര്യം കൂടി ഞാൻ ഇന്നത്തെ വാതിൽ പറയാം. ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുന്നത് എന്റെ വാദ കേൾക്കുന്ന ഉമ്മപെങ്ങന്മാർക്ക് വേണ്ടി പറയാൻ, കുറെ ഉമ്മമാർ വാദ കേൾക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാണ്. ഏറ്റവും ചിലപ്പോൾ വിഷമം ഭർത്താവിന്റെ വീട്ടിലാണ്. ചിലർ പറയും, ചില സ്ത്രീകൾ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ, ഞാൻ എൻ്റെ ബാപ്പാന്റെ വീട്ടിലുള്ള സമയത്ത് നല്ല സന്തോഷത്തിലായിരുന്നു, എനിക്കിങ്ങനെ ഒരു കല്യാണം തന്നെ വേണ്ടായിരുന്നു. ചില സ്ത്രീകൾ പറയാം, ചില പെൺകുട്ടികൾ പറയാം, വേണ്ടായിരുന്നു, മങ്ങലില്ലാതെ കല്യാണമില്ലാതെ ഭർത്താവിൻ പിന്നെ ബാപ്പാന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയാലും ഒരു പ്രശ്നമില്ലായിരുന്നു. അതാ കാരണം ഭർത്താവ് മോശപ്പെട്ട ആളാണോ? ഇല്ല, ഭർത്താവ് മാപ്പിള നല്ല ബംഗാറ് പോലത്തെ മനുഷ്യ, ഉസ്താദ് പൂ പോലത്തെ മനുഷ്യ. ആ പിന്നെ അയാളുടെ ഉമ്മ സമയില്ലേ, ഭർത്താവ് നല്ല പൂ പോലത്തെ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് ഭർത്താവ്, പക്ഷേ ഭർത്താവിന്റെ ഉമ്മ ശരിയില്ല. ആ ഉമ്മ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും ആക്രമിക്കുന്നു, വേദനിപ്പിക്കുന്നു. അതിന് ചില മരുമക്കൾ പറയാണ്, തന്റെ മാമി നന്നോട്ട് ചതി കാട്ട്. മാമി എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ. ആ മാമി നന്നോട്ട് ചതി കാട്ട്. അങ്ങനെ നാന് നിങ്ങളൊട്ടെ ചൊല്ലേ, പെങ്ങന്മാരോട്ടെ ചൊല്ലേ, നിന്റെ മാമി നിണ്ടൊട്ട ചതി കാട്ടിയെങ്കിലും നീ നിന്റെ മാമിയുടെ ചതി കാട്ടുക തീറാ. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ മരുമോള് ഭയങ്കര ചതി കാണിക്കുന്നില്ല മാമിനോട്. ഇപ്പൊ ബക്കറ്റ് പോയാൽ 5 പൈസ ഒരിടാൻ, കാരണം ഓരെ കുറിച്ചാണ് പറയണേ, മാലിക്ക് വരണേണ്ട. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു. ഉമ്മമാരെ, നല്ല സംഭാവനക്ക് അതിലിടണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. ഇവിടെ മദ്രസന്റെ പണി നടക്കാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞു.
പറയുമ്പോൾ ഞാൻ പേടിച്ചു, ഇന്നും കൂടി പിരിവ് നടത്തണം റബ്ബേ എന്ന് പേടിച്ചു പോയി. അപ്പം എന്നോട് പറഞ്ഞു പിരിവൊന്നും വേണ്ട, അത് വിഷയം ഒന്ന് സൂചിപ്പിച്ചാൽ മതിയെന്ന്. അൽഹംദുലില്ലാഹ് എത്രയും പെട്ടെന്ന് ആ മദ്രസയുടെ പണി തുടങ്ങാനും അത് വേഗം പൂർത്തീകരിക്കാനും അതിൽ നമ്മുടെ ചെറിയ മക്കൾ വന്ന് ഇൽമ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊരുപാട് പേര് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവർക്കും സഹായിച്ചവർക്കും ഇനി സഹായിക്കാനിരിക്കുന്നവർക്കും അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരട്ടെ. സഹായം ഏറ്റെടുത്ത ആളുകളോടൊക്കെ ഞാൻ പറയാണ്, കഴിവിന്റെ പരമാവധി വേഗം കൊടുത്ത് ശേഖരിക്കുക. അത് പൈസ കിട്ടുന്നതനുസരിച്ച് പണി വേഗം തുടങ്ങും ചെയ്യാം, വേഗം പൂർത്തിയാക്കും ചെയ്യാം. അങ്ങനെയാണ് പണി തുടങ്ങിയാൽ ആളുകൾക്ക് എന്താകും, പണി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ വേഗം കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെയുണ്ട്. ഇന്നാളൊരു സ്ഥലത്ത് ഞാൻ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ വേദന നിന്നപ്പോൾ അവിടെ പറഞ്ഞു, ഓർമ്മയായി, സ്ഥലത്തിൻ്റെ പേര് പറയണ വേണ്ട, അത് കാർക്കളം ഭാഗത്തൊരു സ്ഥലത്ത് വേദന പോയതാണ്. അപ്പോൾ പറഞ്ഞു അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു പ്രത്യേകം ഒരു റൂം വേണമെന്ന്. പള്ളിയല്ല, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ വരാൻ പാടില്ല. വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വീടിന്റെ ഉള്ളാണ്. ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂത്തിഹിന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായത് അവരുടെ വീട്ടിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞത് നൗഫൽ സഖാഫി അല്ല, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ സമയത്ത് സ്ത്രീകൾക്ക് അവർ ചിലപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ അവരെ നിസ്കാരം കളാകാൻ പാടില്ല. അതുകൊണ്ട് അവർ പള്ളിൻ്റെ അടുത്തുള്ള റൂമിൽ നിസ്കരിക്കാൻ വേണ്ടി വരില്ല, അവർ യാത്ര പോവാൻ. യാത്ര പോകുമ്പോൾ അവരുടെ ലക്ഷ്യം നിസ്കരിക്കാൻ വരില്ല, യാത്ര പോകാനാണ്. ആ പോകുന്ന സമയത്ത് നിസ്കരിക്കണം കളാകാതെ. അപ്പൊ പിന്നെ അവിടെ റൂമിൽ സൗകര്യമുണ്ടെങ്കിൽ അവിടെ പോയി അവർ നിസ്കരിക്കണം. അതിനുവേണ്ടി പിന്നെ ഈ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഒരുക്കും. അങ്ങനെ ഞങ്ങൾക്കിവിടെ പിന്നെ കല്ലും അതുപോലെ പൊയ്യയും ജല്ലിയും ഇതൊക്കെ ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങണമെങ്കിൽ മജൂരി എന്നല്ല പറയാം, ലേബറിന് കൊടുക്കാൻ അതിന് കുറച്ച് പൈസ വേണം സാറേ. എന്നാൽ തുടങ്ങിയാൽ ആളുകൾക്ക് ഏറ്റെടുത്ത കല്ലും പിന്നെ മണലും പൊയ്യും ഒക്കെ എത്തിക്കാൻ അവർക്ക് തോന്നും എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അവർക്ക് പിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു തന്നത്, അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കൊടുക്കണം. കുറച്ച് പൈസ കിട്ടിയാൽ വേഗം പണി തുടങ്ങാൻ കഴിയും. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാൻ തോന്നും. അല്ലാഹു തആല അതിനും കൊടുക്കാനുള്ള വഴി അല്ലാഹു തുറന്നു തരണമല്ലോ. ഞങ്ങൾ വിചാരിച്ചിരുന്ന കാര്യമില്ലല്ലോ, ഓരോരുത്തർക്ക് അല്ലാഹ് കൊടുക്കുന്ന പണം അനുസരിച്ചല്ലേ കൊടുക്കുക. അല്ലാഹു തആല അതിന്റെ വഴികളൊക്കെ അല്ലാഹു തുറന്നു തരട്ടെ. എത്രയും പെട്ടെന്ന് ആ മദ്രസയുടെ പണി തുടങ്ങാനും അത് പൂർത്തീകരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരുടെ പൈസയൊന്നും അതിൽ എത്തൂല, അല്ലാഹ് പൊരുത്തപ്പെട്ടവരെ പൈസ അതിലേക്ക് വരൂ. കാരണം അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്ന കേന്ദ്രമാണ്. അതുകൊണ്ട് കണ്ടു കാണുന്ന പൈസ ഒന്നും അതിന് പറ്റൂല. അതുകൊണ്ട് അല്ലാഹ് തെരഞ്ഞെടുക്കും. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാരായ നിങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കൊടുത്തിട്ട് കുറച്ച് കൊടുത്തിട്ട് തുടങ്ങുക, എന്നിട്ട് വേഗം പൂർത്തിയാക്കുക. അല്ലാഹു തആല സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വിഷയം മറക്കണ്ട, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത്, അപ്പോ ഈ മരുമകൾ പറയാണ്, മാമി നണ്ടട്ട ചതി കാട്ടര്, അതുകൊണ്ടിട്ടാണ് മാമി രൊട്ട ചതി കാട്ടരേ എന്ന് പറയും. അങ്ങനെ എന്ത് നീ മാമിരൊട്ട ചതി കാട്ടര്, നിന്റെ മാപ്പിയുടെ ഉമ്മല്ലേ, മാപ്പിയുടെ ഉമ്മ സമ അയിമ നണ്ടട്ട ചതി കാട്ടർ, അതൊക്കെ നാണ പറ ചതി കാട്ടരേ പറ്റൂല. ഭർത്താവിന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, എന്തേ നിങ്ങളെ മരുമകളോട് നിങ്ങൾ ചതി കാണിക്കുന്നത്? അപ്പൊ ഭർത്താവിന്റെ ഉമ്മ പറയാണ്, അവള് മുഞ്ഞാട്ടതൊക്കെ വന്നറല്ലേ ഉസ്താദേ, മുഞ്ഞാട്ടതൊക്കെ വന്നരല്ലേ, വന്നിട്ട് അവൾ ഈനം നാ പാർച്ച പാറുമോ, നാ തെല്ലെങ്കിലും പാർച്ച പാറില്ലെങ്കാവാ നാ പണ്ടുലുണ്ടേയില്ലേ. ഇങ്ങനെ മരുമകളുടെ പാർച്ച കണ്ടിട്ട് അമ്മായിമ്മ പാർച്ച കാണിക്കാനുള്ളതല്ല, അമ്മായിമ്മാന്റെ മാമിന്റെ ചതി കണ്ടിട്ട് മരുമകളെ ചതി കാണിക്കാനുള്ളതല്ല. പറയട്ടെ സർവ്വ മാമി മരുമക്കളോട്, അമ്മായി മരുമക്കളോട്, നിങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടോ? ഖുർആനെ കയ്യിൽ പിടിച്ച്, മുസഹഫ് കയ്യിൽ പിടിച്ച് ഖുർആൻ ഓതുന്ന മരുമക്കളാണോ നിങ്ങള്? അമ്മായിമ്മമാരാണോ നിങ്ങള്? മാമിമാരാണോ നിങ്ങള്? ആ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ നിയമത്തിനെതിരെ ചലിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? ഉമ്മമാരെ, സഹോദരിമാരെ, എന്തേ കാരണം? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫുസ്സിലത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അതിന്റെ അതേ 24-ാമത്തെ ആയത്ത്, 34-ാമത്തെ ആയത്ത്, 35-ാമത്തെ ആയത്ത്, ഈ രണ്ട് ആയത്തുകൾ ഞാൻ എന്റെ വാദ കേൾക്കുന്ന സർവ്വമാമി മരുമക്കളോട് പറയാണ്. ഈ രണ്ട് ആയത്തുകൾ ശരിക്കും പഠിച്ചാൽ ഒരു മരുമകളും മാമിയോട് ചതി കാണിക്കൂല, ഒരു മാമിയും മരുമകളോട് പാർച്ച കാണിക്കൂല. പപ്പ പറയും, ഉസ്താദേ ഒന്ന് വേഗം പറഞ്ഞു തരൂ. സൂറത്ത് ഫുസ്സിലത്തിൽ ഒരു രണ്ട് ആയത്തുകളുണ്ട്. അതിൽ 34-ാമത്തെ ആയത്ത്, 35-ാമത്തെ ആയത്ത്. എന്നും ഈ ആയത്ത് അമ്മായിമ്മയും മരുമകളും ഓതണം. ആശയം മനസ്സിലാക്കിയിട്ട് ഓതണം. വെറുതെ ഓതിയാലല്ല, ആശയം മനസ്സിലാക്കിയിട്ട് ഓതിയാൽ ആ വീട്ടിൽ പിന്നെ കുടുംബ കലാമുണ്ടാകൂല, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഗലാട്ടയുണ്ടാകൂല. എന്തേ കാരണം? ആ രണ്ട് ആയത്തിൽ അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിആ, നല്ലതും ചീത്തയും ഒരുപോലെ അല്ലേ അല്ല, നല്ലതും ചീത്തയും ഒരുപോലെയല്ല. നല്ലതിന് വലിയ വിലയുണ്ട്, നല്ലതിന് വലിയ ബഹുമാനമുണ്ട്. ചീത്തക്കോ തീരെ വിലയില്ല, ചീത്തക്ക് തീരെ ബഹുമാനമില്ല. ഞാൻ എന്റെ വാദ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, അമ്മായിമ്മയോട് പറയട്ടെ, ദിഫായി മാല
ഇത് ജമാദിൽ ഊല മാസമാണ്, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മാസമാണ്. ആ റിഫായി മാലയിൽ കണ്ടില്ലേ നിങ്ങളെ തപ്പാതെ അബ്ദുൽ മലിക്കിൽ ഖറൂദി തങ്ങൾ ഓരോ ചൊല്ലൽ ഒരാണ്ടേ ഫാർത്തോവർ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖായ അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹു മഹാനവരികൾ റിഫായി ശൈഖിനെ ഒരു ഉപദേശം കൊണ്ട് ഉപദേശിക്കുകയാണ്. ആ ഉപദേശം മനസ്സിൽ ഒരു വർഷക്കാലം കൊണ്ട് നടന്നു. അങ്ങനെയാണ് ഞാൻ വലിയ സ്ഥാനത്തേക്ക് എത്താൻ കാരണം എന്ന് റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ. ആ ഉപദേശിച്ച ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശം മുൽതഫിത്തുൽ ലാ യസുൽ, തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കൂല, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരുണ്ടെന്ന സ്ഥലത്ത് എത്തിച്ചേരൂല. കുറ്റവും കുറവും തന്നെ ഇങ്ങനെ നോക്കി നടന്നാല് പിന്നെ ഒരു വഴിക്കെത്തൂല. വീട്ടിലുള്ള സമയത്ത് തന്നെ അമ്മായിമ്മ വീട്ടിൽ മീൻ മുറിക്കുകയാണെങ്കിലും ഒരു കാത് എപ്പോഴും മരുമകളുടെ ഭാഗത്തേക്ക് തന്നെയാണ്. അതിന് കാരണം അവളും ഈ തൗണ്ടട്ട ഫോണാക്കിയിട്ട് പൽക്ക പറഞ്ഞിട്ട് എന്തെങ്കിലും കിത്താപ്പത്തി ആക്കുവാളാ ആരോട്? മോനോട്. അതുകൊണ്ട് അമ്മായിമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഒരു ചെവി എപ്പോഴും മരുമകളുടെ ഭാഗത്തേക്കാണ്. അവൾ എന്താ ഫോണിൽ സംസാരിക്കണേ? അവളെ ഉമ്മാക്ക് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ മെല്ലെ പോയിട്ട് കാത് കൊടുത്തിട്ട് കുച്ചു കുച്ചു ഹോത്താഹേ മെല്ലെ ചെവി വെച്ച് കേൾക്കുകയാണ്. അവളെ ഉമ്മാനോട് അവൾക്ക് പലതും സംസാരിക്കാണ്ട് നിങ്ങളെന്തിനാ കേൾക്കേണ്ട ആവശ്യം? അല്ല ഉസ്താദ്, അവള് ഞങ്ങൾ ഔത്ര വിഷയമല്ല, അവളുടെ ഉമ്മക്ക് ഫോൺ ആക്കിയിട്ട് അപ്ഡേറ്റ് ആക്കി വിട്ടിട്ടാൽ അപ്ഡേറ്റ് ആക്കും. ഇതെന്താ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, മൊബൈലിന്റെ അപ്ഡേറ്റും അപ്ഗ്രേഡും. ഇവൾ അതുപോലെ ഔത്തുല നടക്കണേ. അങ്ങനെ പറ്റൂല. അവൾ വളരെ മോശപ്പെട്ട പെണ്ണാണ്. ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയം പോലും ഉമ്മാന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ല. അത് സ്വകാര്യമാണ്, സീക്രറ്റാണ്. ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ സീക്രറ്റാണ്. അത് ഉമ്മാന്റെ പുറക്ക് വിളിച്ചിട്ട് പറയാനുള്ളതല്ല, അത് ബാപ്പയ്ക്ക് വിളിച്ചിട്ട് പറയാനുള്ളതല്ല. അതൊരു നല്ല പെണ്ണിന് യോജിച്ചതല്ല. പിന്നെ പറയേണ്ട ചില വിഷയമുണ്ട്, എല്ലാം കൂടി വെച്ചാലും പറ്റൂല, ജീവിതം പടക്കായി പോകും. പറയേണ്ട വിഷയമാണ് എന്ന് 100% ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പറയണം, അല്ലാതെ പറയാൻ പാടില്ല. ചെറിയ ചെറിയ വിഷയം പറയാൻ പാടില്ല. ഇത് ചെറിയ കോമ്പലയുടെ മക്കളെ പോലെ അങ്ങനെയുണ്ട് ചില സ്ത്രീകൾ ഇങ്ങനെ ഭർത്താവ് വന്നിട്ട് ഒന്നിങ്ങനെ എന്തെങ്കിലും ഭർത്താവ് കണ്ണിങ്ങനെ മരിച്ചാൽ മതി, അപ്പൊ ഇവൾ ഫോൺ എടുത്തു ഇയാൾ കണ്ണ് മരിച്ചോണ്ടുണ്ട്, ഇയാൾ കണ്ണ് തുടിച്ചോണ്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചിട്ട് എന്താ? അത് പറ്റൂല. അതൊക്കെ ചെറിയ ചെറിയ വിഷയമാണ്. അത് അപ്പൊ തന്നെ ഉമ്മാക്ക് വിളിച്ചാലേണ്ടതല്ല. അതിലൊക്കെ സൗന്ദര്യം ഉണ്ടാവും, ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടാവും. ഒരു മാപ്പിള പിന്നെ അങ്ങനെയാണ്, സൗന്ദര്യ പിണക്കുണ്ടാവും. അപ്പൊ അതൊക്കെ അപ്പപ്പോ പിന്നെ ഉമ്മാനെ വിളിച്ചിട്ട് പറയുന്നത് അത് നല്ലൊരു പെണ്ണിനെ ചോദിച്ചതല്ല. ഞാൻ പറഞ്ഞത് നല്ലതും ചീത്തയും ഒരുപോലെയല്ല. ഈ 2 ആയത്തുകൾ അമ്മായിമ്മയും മരുമക്കളും എപ്പോഴും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ വേദിൽ പറയുന്ന അതേ ആശയം പോലെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചു ഓതിയാൽ നിങ്ങളെ വീട്ടിൽ കുടുംബകാലം ഉണ്ടാവൂല. അതിന്റെ തൊട്ടടുത്തുള്ള പറയാണ് ഇത് നിന്നോട് ആര് ഇങ്ങോട്ട് ചതി കാണിച്ചാലും നീ അങ്ങോട്ട് ചതി കാണിക്കണ്ട, നീ നല്ലതുകൊണ്ട് പ്രതികരിക്കുക. അമ്മായിമ്മ ചിലപ്പോൾ ചതി കാണിച്ചാൽ പോലും ചതിക്ക് പരിഹാരം ചതിയല്ല, സ്നേഹമാണ് പലരെയും കീഴടക്കാൻ കഴിയുന്നത്. വൈരാഗ്യം കൊണ്ട് ഒരാളെയും കീഴടക്കാൻ കഴിയില്ല. ഇത് ഞാൻ എൻ്റെ വേല കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ. അമ്മായിമ്മ നല്ലവരാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അമ്മായിമ്മക്ക് ബുദ്ധിമോശമുണ്ടാകും. നിങ്ങൾ പറഞ്ഞതിലേറെ ചതി കാണിക്കുന്ന അമ്മായിമ്മ തന്നെയായിരിക്കും. പക്ഷേ ആ അമ്മായിമ്മാനെയും കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന കോലത്തിൽ നിങ്ങളാക്കിയെടുക്കണം. അതിന് നിങ്ങളപ്പുറം ചതി കാണിച്ചിട്ടല്ല. ഇത് നിങ്ങൾ നല്ലത് അപ്പുറം ചെയ്തു കൊടുത്തിട്ട് അമ്മായിമ്മാന്റെ സ്നേഹം പിടിച്ചു പറ്റനേ. ഇടയ്ക്കിടയ്ക്ക് അമ്മായിമാർക്ക് ഒരു മുസമ്പിന്റെ ജ്യൂസ്, പറ്റാത്ത ജ്യൂസ് കൊടുത്തിട്ട് വേഗം കൊല്ലണോന്നല്ല ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അതും കൂടി ചിന്തിക്കണോ? അതേ നല്ല മധുരന്റെ അമ്മായിമാർക്ക് മരുമകൾ വീണ്ടും വീണ്ടും മധുരം കൊടുക്കുകയാണ്. വേഗം ഒന്ന് തീർന്നു കിട്ടിയാ പിന്നെ തലചൂടില്ലല്ലോ. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ അമ്മായിമാർക്ക് പറ്റിയ ഭക്ഷണം എന്താണെന്ന് ചിന്തിക്കണോ. എന്നിട്ട് അമ്മായിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അമ്മായിമാനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കണോ. ഇടയ്ക്ക് അമ്മായിമ ഉറങ്ങിയാൽ അമ്മായിമാന്റെ റൂമിൽ മെല്ലെ പോണോ. അമ്മോശൻ, അതായത് ഭർത്താവിന്റെ ഉപ്പുള്ള സമയത്തല്ല അങ്ങനെ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം അവർ ഭാര്യയും ഭർത്താക്കന്മാരാണ്. അല്ലാതെ അമ്മായിമ്മ ചിലപ്പോ പകൽ കിടന്നുറങ്ങിയാൽ മെല്ലെ അമ്മായിമാന്റെ അടുത്തേക്ക് പോയിട്ട് അമ്മായിമാന്റെ കാലൊന്ന് അമർത്തി കൊടുക്കണോ. ഇത് കേൾക്കുമ്പോ ചിലപ്പോ ഈ പൂമണ്ണൂയിലെ സഹോദരിമാര് പറയും, നിങ്ങൾക്ക് വേറെ സ്വറയില്ല ഉസ്താദ്, നിങ്ങൾ എന്നും ചൊല്ലുവാറ്, നിങ്ങൾ ചൊല്ലതല്ല, നിങ്ങൾ കേട്ടിട്ട് രച്ചെങ്കിൽ അപ്പുക കായിനാവും ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, അപ്പുക കായിനായാലെന്തേ? മൂപ്പർക്ക് 2ാമത്തെ കല്യാണം നടന്നു എന്നല്ലേ ഉള്ളൂ. അതേ സമയത്ത് ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങളുടെ ആ മാമിമാര് അതേ പകൽ സമയത്ത് ചിലപ്പോൾ അവർ കിടന്നിറങ്ങിയപ്പോ നിങ്ങളെക്കാളൊക്കെ പ്രായം അവർക്കില്ലേ, ചിലപ്പോൾ അവർക്ക് കാലുവലി ഉണ്ടാകും. മെല്ലെ പോയി നിങ്ങൾ കാല് അമർത്തണോ. അപ്പൊ ശ്രദ്ധിക്കണോ, അമ്മായിമ്മന്റെ കാലിൽ ചെയിൻ ഉണ്ടാകാൻ പാടില്ല. ചെയിൻ ഉണ്ടാകുമ്പോ പോയിട്ട് സ്വർണത്തിന്റെ ചെയിനാണുള്ളെങ്കിൽ അപ്പൊ പറയും മർമോളു തകനെ കക്കൊക്കെ വന്നാല് ഞാൻ
ഞാൻ കിടന്നപ്പോൾ എന്നെ വിട്ടില്ല, ഓൾ കക്കാൻ വന്നു എന്ന് പറയും. അങ്ങനാകാൻ പാടില്ല, അങ്ങനാകാൻ പാടില്ല, അങ്ങനാകാൻ പാടില്ല. ഒക്കെ നോക്കണം, അന്തം വേണം. ഈ പലയിടത്തും മാമി മർമ്മോള് പ്രശ്നം വരുന്നത് ഈ മരുമക്കൾക്ക് അന്തമില്ലാത്തതുകൊണ്ടാണ്. ഒരെല്ലാം പഠിച്ചിട്ടുണ്ടാവും, MBBS പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തെ പഠിപ്പ് പഠിച്ചിട്ടുണ്ടാവും, അന്തം വന്നിട്ടുണ്ടാവില്ല, ബുദ്ധി വെച്ചിട്ടുണ്ടാവില്ല. അതിനുണ്ട് അങ്ങനെ തന്നെ. പിന്നെ അത് വെറുതെ പറയല്ല, എല്ലാം പഠിപ്പോ എന്ത് പഠിച്ചു, മാസ്റ്റർ സയൻസും കമ്പ്യൂട്ടർ സയൻസും മറ്റു എഞ്ചിനീയറിംഗ് എല്ലാം ആക്കി, ഒന്നും ആക്കാത്തൊന്നുമില്ല. ഓൾക്ക് എല്ലാ കിരീടവും കിട്ടി. ഓരോ നമത്തെ ഫോട്ടോ നോക്കണം, ഓളെ സ്റ്റാറ്റസിൽ ചുവപ്പ് കിരീടം വേറെ, കറുത്ത കിരീടം വേറെ, പച്ച കിരീടം വേറെ, പച്ച കോട്ട് വേറെ. ഓൾക്ക് കിട്ടാത്ത കോട്ടില്ല, കിട്ടാത്ത കിരീടമില്ല, എല്ലാം കിട്ടി. അന്തം വെച്ചിട്ടില്ല എന്ന് മാത്രം. അന്തം വെക്കാതെ ഒരു കിരീടം കിട്ടിയിട്ട് കാര്യമില്ല. എന്നിട്ട് വെറുതെ പറയല്ല എന്ത് കിരീടം അന്തം വെക്കാതെ. അപ്പൊ അതിന് പകരം ഒരു നല്ല മരുമകളാകുമ്പോൾ അതാ ചിന്തിക്കുക, എന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെ ചിന്തിക്കും, ആലോചിക്കും. അമ്മായിമാന്റെ സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റും. അപ്പൊ ഇടയ്ക്ക് അമ്മായിമ കിടന്നിറങ്ങിയപ്പോ മെല്ലെ പോയിട്ട് അന്ന് അമ്മായിമ പറഞ്ഞു, മോൾ എന്താന്ന് അറിയില്ലടി, കുറച്ച് കാല് ഭയങ്കര ബലിക്കിട്ടി, ഞാൻ പോയിട്ട് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ പോയി കിടന്നു. അപ്പൊ മെല്ലെ പോയിട്ട് കാലിങ്ങനെ അമർത്തി കൊടുക്കുമ്പോ ആ എത്ര നല്ല ചരി കാണിക്കുന്ന അമ്മായിമയാണെങ്കിൽ പോലും ആ അമ്മായിമാന്റെ മനസ്സിൽ മരുമകളോട് സ്നേഹം തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നിങ്ങളോട് ആര് ശത്രുത കാണിച്ചാലും നിങ്ങൾ അവരോട് സ്നേഹം കൊണ്ട് പെരുമാറിയാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. വമാ യുലഖാഹാ നല്ല ഭാഗ്യം സിദ്ധിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് സർവരോട് ഞാനൊരു കാര്യം പറഞ്ഞു ഇന്നത്തെ വാദം നിർത്തുന്നു. യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണോ, ആ റബ്ബിനെ പേടിച്ച് ജീവിക്കണോ. ഓ പുരുഷന്മാരെ, ഓ വേദ കേൾക്കുന്ന കാരണവന്മാരെ, ആ റബ്ബിനെ കുറിച്ച് നന്നായി ചിന്തിച്ച് യജമാനനായ റബ്ബിനെ കുറിച്ച് നല്ലവണ്ണം ആലോചിച്ച്, ഓ പുരുഷന്മാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഭർത്താവ് നല്ല ഭർത്താവായതുകൊണ്ട് മാത്രം ഭാര്യ നല്ലവളാകണമെന്നില്ല. ചിലപ്പോൾ വലിയ വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരിക്കും അവരെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് അവരുടെ ഭാര്യമാരെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഭാര്യനെ കിട്ടുമ്പോ ഒരിക്കലും ആ ഭാര്യനോട് പറയാൻ പാടില്ല. ചില ഭർത്താക്കന്മാർ ഭാര്യനോട് പറയും, അങ്ങനെ പറയാറില്ലേ, എന്താ പറയണേ, ഫസ്റ്റ് നിന്റെ ഹണവറ ഗൊന്തിനെ നിന്റെ പെണ്ണു നോക്കുക പോലും പറലാത്തതാണ്. മങ്ങിലവിടെ പോട്ടെ, ഫസ്റ്റ് നിന്റെ ഒരു ഹണവറ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ മിത്തു നിന്റെ കുടുംബത്തിൽ ഓർത്തോ മങ്ങിലാക്കിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നിന്റെ ഹണവറ ഗൊന്തിക്കാത്ത അങ്ങനെ ഗൊന്തിന്നെങ്കിൽ ഞാൻ നിന്റെ മങ്ങിലവിടെ പോട്ടെ നിന്റെ പെണ്ണു നോക്കുക പറലാത്തതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഓ ഇവനെ അത് പറഞ്ഞിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. പറ്റൂല. ഭാര്യനോട് എന്ത് പ്രതിഷേധം? ഭാര്യ എന്ത് ചെയ്താലും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉപദേശിക്കാൻ പാടില്ല എന്നല്ല, അവളോട് വെറുപ്പ് കാണിക്കാൻ പാടില്ല എന്നല്ല, ഉപദേശിക്കാൻ പാടില്ല എന്നല്ല, നന്നാക്കിയെടുക്കാൻ പാടില്ല എന്നല്ല, മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. എന്താ കാരണം? ക്ഷമിക്കുക. ആ നിങ്ങൾക്ക് ചൊല്ലൊക്കെ നല്ല ഉഷാർ ഉസ്താദ്, അത് ആരായാലും അങ്ങനെ തന്നെ. അങ്ങനെ ആയാൽ എന്താ വിഷയം? സ്വർഗ്ഗത്തിൽ ഒന്നും വലിയ പദവി കൊടുക്കുന്നതാണ്. ഇത് ജമാഅത്തുൽ ഉലമാസല്ലേ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ചരിത്രം ഇബ്നു ഇമാദുൽ ഹംബലി തങ്ങൾ ഷദറാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. അതിൽ കാണാം മഹാനവറുകളുടെ ഭാര്യ, ആ ഭാര്യയുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തില് ചരിത്രത്തിൽ കാണാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് നാവ് വല്ലാതെ ബടക്കുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു ഭാര്യയായിട്ട്. നാവ് വളരെ മോശമാണ്. അങ്ങനെയാണ് ചില ആളുകളെ നാവ് വല്ലാത്ത മോശപ്പെട്ട നാവ്. ആ നാക്കിലൂടെ എന്ത് തെരി വേണമെങ്കിലും വരും. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനെ നാക്കുകൊണ്ട് എന്തെല്ലാം തെരി പറയുന്ന ഭാര്യമാരില്ലേ, ഭാര്യമാര് അതേ കൽബ് എന്ന് പോലും, അതേ പച്ച മലയാളത്തിൽ നായ എന്ന് പോലും വിളിക്കുന്നവരില്ലേ. അത് നല്ല വാചകമല്ലല്ലോ, അത് നല്ല സ്വഭാവമല്ലല്ലോ. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു ഭാര്യ നാവ് വളരെ മോശപ്പെട്ട ഭാര്യയാണ്. ആ ഭാര്യ നാക്കുകൊണ്ട് റിഫാഇ ശൈഖിനെ ബുദ്ധിമുട്ടിക്കും, ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയോ. ഒരിക്കൽ ഒരാൾ റിഫാഇ ശൈഖ് തങ്ങളെ കാണാൻ ചെന്നതാണ്. കാണാൻ ചെന്ന അതേ സ്വപ്നം കാണുകയാണ്.
കാണുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്ത് വിരാജിക്കുന്നത് കാണുന്നു. അങ്ങനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ വലിയ സ്ഥാനത്തിരിക്കുന്നത് കണ്ടപ്പോ ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് നേരിട്ട് കണ്ട് ബറക്കത്തെടുക്കാൻ പോയതാണ്. കാരണം ഞാൻ സ്വപ്നത്തിൽ അയാൾ സ്വർഗത്തിലിരിക്കുന്നത് കണ്ടുവല്ലോ, അദ്ദേഹം വലിയ കാര്യപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. പോയി കണ്ട സമയത്ത് റിഫായി ശൈഖ് തങ്ങൾ അരികിൽ ഒരു പെണ്ണ് നിൽക്കുകയാണ്. ആ പെണ്ണിന്റെ കയ്യില് ചെറപ്പേ, ഇവിടെ എന്താ പറയാൻ അറിയില്ല, ഞങ്ങളെ ഭാഷയിൽ പറയും വാണ്ടാന്ന് പറയും. ഇവിടെ വാണ്ടാന്ന സോണ്ടാന്ന, ചില സ്ഥലത്ത് സോണ്ടാന്ന് പറയും. ഇവിടെ എന്താ പറയാ വാണ്ടാന്ന് പറയും. ആ വാണ്ട എന്തിനുള്ളതാണ്? അത് തോണിയിൽ പോകുമ്പോ പിന്നെ ഒന്ന് സ്പീഡിൽ പോകാൻ വേണ്ടി വെള്ളത്തിനിങ്ങനെ മറിക്കാനാണ്. ആണോ? അതിനാ എല്ലാത്തിനും തലയാട്ടിയാൻ പറ്റൂല, അതിനല്ല. പിന്നെ എന്തിനാണ് ഈ വാണ്ട? അടുപ്പിലെ തീ ഊതാൻ വേണ്ടിയാണ് ഈ വാണ്ട ഉപയോഗിക്കുന്നത്. നോക്കുമ്പോ ഭർത്താവായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഈ പെണ്ണ് നിൽക്കുകയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ വാണ്ടുണ്ട്. ഇന്നത്തെ ചില പെണ്ണുങ്ങൾ മാച്ചിൽ തൂടിയും ഭർത്താക്കിനെ അടിക്കും പോലെ. എന്നാലും എവിടെയോ കേട്ടു മാപ്പനെ അടിച്ചില്ല ഒരു പെണ്ണ് മാച്ചിൽ തൂടിയെ പിടിച്ചിട്ട് പടച്ചോപ്പേ, മാച്ചിൽ തൂടി ആ മാച്ചിൽ പിടിച്ചിട്ട് ഭർത്താവിനെ അടിച്ചു. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, ആമീൻ പറയാം, അള്ളാഹ് ഞങ്ങളെ കാക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാത്തതുകൊണ്ടാണ് ആമീൻ പറയാൻ തോന്നാത്തത്. 1-2 വട്ടം വന്നാൽ നിങ്ങൾക്ക് ഉറക്കെ ആമീൻ പറയാൻ തോന്നും. അള്ളാഹു ഞങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ആ ഭാര്യയുടെ കയ്യിൽ ഈ വാണ്ടയുണ്ട്. ഈ വന്നയാള് കാണുന്ന രംഗമോ, ആ ഭാര്യ ഈ വാണ്ട കൊണ്ട് റിഫായി ശൈഖ് തങ്ങളെ അടിക്കുകയാണ്. റിഫായി ശൈഖ് തങ്ങളുടെ കുപ്പായം കറുത്തുപോയി. അടുപ്പത്തുള്ള മഷിയുടെ നിറം കുപ്പായത്തായതാണ്. പക്ഷേ റിഫായി ശൈഖ് തങ്ങൾക്കൊരു പ്രതിഷേധവുമില്ല. ഭാര്യനോട് ഒരു വേദനിപ്പിക്കുന്ന വാക്കങ്ങോട്ട് പറയുന്നില്ല. മിണ്ടാതിരിക്കുകയാണ്. ഇത് പറയുമ്പോ ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, അങ്ങനെ ഭർത്താവ് മിണ്ടാതിരിക്കുന്ന ഭർത്താവാണെന്ന് കരുതിയിട്ട് എപ്പോഴും വാണ്ടയെടുത്തിട്ട് ഭർത്താവിനെ പൊലി കൊടുക്കാൻ പാടില്ലട്ടോ, ഭർത്താവിന്റെ സ്വബർ പരീക്ഷിക്കാൻ പാടില്ലട്ടോ. അതേ സമയത്തോ നിങ്ങളാ ചെയ്യുന്നത് മഹാകുറ്റമാണ്, വൻ തെറ്റാണ്. നിങ്ങളുടെ ഖുർആൻ ഓത്തുപോലും ബാത്തിലായി പോകുന്നതാണ്. നിസ്കാരത്തിന്റെ പ്രതിഫലം പോലും മുടങ്ങിപ്പോകുന്നതോ. പക്ഷേ ഭാര്യ അങ്ങനെ ചെയ്തിട്ട് പോലും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതിനൊന്നും ഒരു മറുപടി നൽകുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. ഈ വന്ന് ഇത് കണ്ടയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. പടച്ചറബ്ബേ, ആരാണ് ഞാൻ ഈ കുടുക്കിൽ കാണുന്നത്? സ്വർഗത്തിൽ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, അവരെ കാണാൻ വേണ്ടി നേരിട്ട് വന്നതാണ്. അദ്ദേഹമാണോ ഈ കുടുക്കിലുള്ളത്? ഇദ്ദേഹം വേഗം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് പോയി. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും തങ്ങളവരുകളെ കാത്തതുപോലെ ഞാനും തങ്ങൾ പാപ്പയെ കാത്തിരിക്കുകയാണ്. വന്ന ഉടനെ നിർത്താൻ അൽഹംദുലില്ലാഹ് തങ്ങൾ പാപ്പ നമ്മുടെ വേദിയിൽ വന്നു. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഈ പറഞ്ഞ കാര്യം അങ്ങ് വേഗം പൂർത്തിയാക്കുകയാണ്. അല്ലാഹു തആല മഹാനവരുകൾക്കും ഞങ്ങൾക്കുമെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി ഒരുപാട് കാലം നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, പക്ഷേ ഇദ്ദേഹം അവിടുന്ന് പോയിട്ടോ മഹാനവർ അതേ റിഫായി ശൈഖ് തങ്ങളെ അരികിൽ നിന്ന് പോയിട്ട് ഒരു ശിഷ്യ സംഗമം സംഘടിപ്പിച്ചു. അതേ ഉസ്താദുമാരുടെ സങ്കടം പറയാനുള്ളത് അതേ ശിഷ്യന്മാരോടാണ്. ആ ശിഷ്യ സംഗമം വിളിച്ചു. എന്നിട്ടോ ശിഷ്യ സംഗമത്തിൽ ഇദ്ദേഹം അവിടുന്ന് ശിഷ്യന്മാരോട് പറയാണ്, ഓ നിങ്ങളെ ഉസ്താദ് എത്ര വലിയ മഹാനാണ്, പക്ഷേ ആ ഉസ്താദിന്റെ ഭാര്യയെ കൊണ്ട് ഉസ്താദ് വല്ലാതെ ഇടങ്ങേറെ സഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിനൊരു പരിഹാരം കാണാതെ, ഉസ്താദിന്റെ സങ്കടത്തിനൊരു പരിഹാരം കാണാതെ നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുകയാണല്ലോ. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് പറഞ്ഞു, അതിനാ പെണ്ണിന് മഹ്റ് കൊടുക്കാനുണ്ടല്ലോ, 500 ദീനാർ മഹ്റ് കൊടുക്കാനുണ്ട്. ഉസ്താദിനത് കൊടുക്കാൻ പ്രയാസാണ്, കാരണം അവർ പാപമാണ്. എങ്ങനെ അത് കൊടുക്കൂ? പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വേഗം അങ്ങ് പോയി 500 ദീനാർ 500 അതേ സ്വർണ്ണ നാണയം സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ ആ 500 സ്വർണ്ണ നാണയവുമായി റിഫായി ശൈഖ് തങ്ങളുടെ അരികിലേക്ക് ഇദ്ദേഹം ചെന്നിട്ട് അതേ 500 സ്വർണ്ണ നാണയം റിഫായി ശൈഖ് തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ റിഫായി ശൈഖ് തങ്ങൾ ചോദിച്ചു, മഹാദാ, ഇതെന്താണ് നിങ്ങൾ ഈ കൊണ്ടുവന്നത്? ഉടനെ ഇദ്ദേഹം പറയാണ്, മഹ്റു ഹാദിഹിൽ ഇംറഅതി സഫീഹ അല്ലതി ഫഅലത് ബിക കദാ വകദാ. നിങ്ങളെ ഇങ്ങനെയെല്ലാം ഇടങ്ങേറിലാക്കി കളയുന്ന ഈ നിങ്ങളെ
നിങ്ങളെ ഭാര്യക്ക് കൊടുക്കാനുള്ള മഹറാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇത് കേട്ട ഉടനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഫതബസ്സമ, അവിടുന്ന് അതാ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് പുരുഷന്മാരെ നിങ്ങളെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്നത്. അവിടുന്ന് മഹാനവരികൾ പറഞ്ഞു, ലൗലാ സ്വദ്രി അലാ ദർബിഹാ വലിസാനിഹാ മാ റഅയ്തനി ഫീ മഖാദി സിദ്ഖീൻ. ആ എൻ്റെ ഭാര്യ എന്നെ അടിക്കുമ്പോ, കൈ കൊണ്ട് എന്നെ വേദനിപ്പിക്കുമ്പോ, വാട്ട കൊണ്ട് എന്നെ ആക്രമിക്കുമ്പോ, ഇതുപോലെ നാക്ക് കൊണ്ട് എന്നെ ശല്യം ചെയ്യുമ്പോ ഞാൻ സ്വബ്ർ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ സ്വബ്ർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, മാ റഅയ്തനി ഫീ മഖാദി സിദ്ഖീൻ, നിങ്ങൾ എന്നെ സ്വർഗത്തിൽ വലിയ സ്ഥാനത്ത് വെച്ച് കണ്ടു എന്നല്ലേ പറഞ്ഞത്? അവിടെ നിങ്ങൾക്ക് എന്നെ കാണുമായിരുന്നില്ല. നിങ്ങൾ എന്നെ അവിടെ കാണാൻ കാരണം ഈ എൻ്റെ ഭാര്യയുടെ അക്രമം ക്ഷമിച്ചത് കൊണ്ടാണ് എനിക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വലിയ പദവി നൽകുന്നത്. ഇബ്നുൽ ഇമാദുൽ ഹംബലി തങ്ങൾ ശദറാത്തുൽ ദഹബ് ഫീ അഖ്ബാരി മൻ ദഹബ് എന്ന ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഭാര്യമാരെന്ത് ചെയ്താലും ഉപദേശിക്കരുത് എന്നല്ല, അവരെ വേദനിപ്പിക്കണ്ടാനാ പറഞ്ഞത്. ഞങ്ങളെ സ്വഭാവം കണ്ടിട്ട് അവർ നന്നാകണം. അതാണ് നേരത്തെ പറഞ്ഞത്, ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. ഭാര്യന്റെ സ്വഭാവം എത്ര കണ്ട് മോശമാണെങ്കിലും ഭർത്താവ് അപ്പുറം സ്നേഹം കൊടുത്താൽ ഭാര്യ ആ സ്നേഹത്തിൽ വീണുപോകും. ഭർത്താവിന്റെ സ്വഭാവവും എത്ര കണ്ട് മോശമാണെങ്കിലും ഭാര്യക്ക് ആ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ആ ഭാര്യയുടെ സ്നേഹത്തിൽ ഭർത്താവ് വീണുപോകും. ഇങ്ങനെ ഒരു നല്ല കുടുംബജീവിതം, ഈ കുടുംബജീവിതം ദുനിയാവിൽ ഒതുങ്ങാനുള്ളതല്ല, ഇത് ആഖിറത്തേക്കുള്ളതാണ്, സ്വർഗത്തേക്കുള്ളതാണെന്ന നല്ല ചിന്തയോടുകൂടി ഒരു നല്ല കുടുംബജീവിതം പാകപ്പെടുത്തിയെടുക്കണേ. ഈ സമയം ഞാൻ അത് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദ നിർത്തുന്നു. സദസ്സിലുള്ള മുഅ്മിനുകൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പാപ്പയുടെ സംസാരവും അവരുടെ ദുആയും ഇവിടെ നടക്കുകയാണ്. പടച്ച റബ്ബേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ആ ബേക്കിലുള്ള ജനങ്ങൾ ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കുക, ഒന്ന് മുന്നിൽ കയറിയിരിക്കുക. നമ്മൾ ഏതായാലും ഇൽമിന്റെ സദസ്സിലെത്തി കഴിഞ്ഞു. സ്വർഗത്തിലെത്തിയാൽ പിന്നെ ആരും ബാക്കോട്ട് അടിക്കൂലല്ലോ, മുമ്പോട്ട് വരികയാണ്. ഇൻഷാ അല്ലാഹ് നല്ല സദസ്സ് ഈ ഒരു സ്ഥലത്തും ഇത്ര ആളുകൾ കൂടിയല്ലോ. തങ്ങൾ പാപ്പാന്റെ ദുആയാണ് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാ വഅദുകളും യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിനാണ്, സ്ഥാനങ്ങൾക്കല്ല, മാനങ്ങൾക്കല്ല. ആ വഅദ് കൊണ്ട് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ നീയത്തോടുകൂടിയേ വഅദ് പറയാവൂ. അതാണ് റിഫായി മാലയിലുള്ളത്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലൊക്കെയോ കേൾക്കും അതെന്നോവർ. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അങ്ങ് വഅദ് പറഞ്ഞപ്പോ റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, അള്ളാന്റെ പൊരുത്തത്തിനാണ് വഅദ് പറഞ്ഞത്. അങ്ങനെ ആയപ്പോൾ മഹാനവരികളുടെ വഅദോ നല്ല നീയത്തോടുകൂടെ പറഞ്ഞപ്പോ യസ്മഉ അൽ ഖരീബു വൽ ബഈദ്, അല്ലെങ്കിൽ യുസ്മിഉൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളവരെയും മഹാനവരികൾ കേൾപ്പിക്കുന്നു, ദൂരെയുള്ളവരെയും കേൾപ്പിക്കുന്നു. കോളംബിയുടെ ആവശ്യമില്ല, ഹോർണിന്റെ ആവശ്യമില്ല, ശബ്ദം കുറെ സ്ഥലത്തേക്ക് അപ്പുറം കേൾക്കാൻ കോളംബി വെക്കേണ്ടതില്ല. അതൊന്നുമില്ലാതെ, ഒരു മൈക്കുമില്ലാതെ, ഒരു സ്പീക്കറുമില്ലാതെ, ഒരു സൗണ്ട് ബോക്സും ഇല്ലാതെ, ഇതൊന്നുമില്ലാതെ എണീറ്റ് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിനായി വഅദ് പറഞ്ഞപ്പോൾ സദസ്സിലുള്ളവർ മാത്രമല്ല ദൂരെയുള്ളവർ പോലും മഹാനവരികളെ വഅദ് കേട്ടുപോയി. അത് ഒരാൾക്കും സംശയം തോന്നേണ്ടതില്ല. എന്തേ കാരണം? തൊട്ടടുത്ത വരിയിൽ തന്നെ റിഫായി മാലയിൽ കാണാം, ഹജ്ജാൽ ഖലീലുള്ള താങ്കൾ വീളി പോലെ ഹുക്മാലൂടയവർ കേൾപ്പിക്കും എന്നോവർ. റിഫായി ശൈഖ് തങ്ങളെ വഅദ് കോളംബിയില്ലാതെ, ഇതുപോലെ സൗണ്ട് ബോക്സോ സ്പീക്കറോ മൈക്ക് സെറ്റോ ഒന്നുമില്ലാതെ അടുത്തുള്ളവർ പോകട്ടെ, ദൂരെയുള്ളവർ എങ്ങനെ കേട്ടു എന്നാണ് ചില ആളുകൾക്ക് സംശയം. അതിനാണ് റിഫായി മാലയിൽ മറുപടി, ഹജ്ജാൽ ഖലീലുള്ള താങ്കൾ വീളി പോലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ടിട്ടല്ലേ സർവ്വ ആളുകളും ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നത്. ആ വിളി കേൾക്കാത്തവൻ പോകൂലല്ലോ. അത് എങ്ങനെ കേട്ടു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ അന്നവിടെ കോളംബി ഉണ്ടോ, മൈക്ക് ബോക്സ് ഉണ്ടോ, സൗണ്ട് ബോക്സ് ഉണ്ടോ, സ്പീക്കറുകൾ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. വിളിക്കാൻ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതല്ലേ ഉള്ളൂ, വിളിക്കൂ ഇബ്രാഹിം നബിയേ. യഅതൂനക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി
കുല്ലി ഫജ്ജിൻ അമീഖ്. നിങ്ങൾ വിളിച്ചാ മതി, കേൾപ്പിക്കുന്നത് ഞാനാണ്. അവർ കേൾക്കുമെന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങളോട് വിളിക്കാനാ പറഞ്ഞത്, കേൾപ്പിക്കുന്നത് ഞാൻ ഏറ്റെടുത്തതാണ്. അങ്ങനെ നിങ്ങളെ വിളി കേട്ടിട്ട് യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തുള്ള സർവ്വദിക്കുകളിൽ നിന്ന്, സർവ്വഭാഗങ്ങളിൽ നിന്ന് അവർ നിങ്ങളുടെ സമീപത്ത് എത്തും. ഇബ്രാഹിം നബിയേ, ഇതുപോലെ ഹജ്ജാൽ ഖലീലുല്ലാഹ് താങ്കൾ വിളി പോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയെപ്പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കുമെന്നോവർ. ഹുക്മുടയ രാജാവായ റബ്ബ്, ആ റബ്ബ് കേൾപ്പിക്കും കേട്ടോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയെ കേൾപ്പിച്ചതുപോലെ അതേ എന്റെ വാത് ഒരു ഉപകരണവുമില്ലാതെ ദൂരെയുള്ള ആളുകൾക്ക് പോലും അല്ലാഹ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആരിഫായി ശൈഖതങ്ങളെ സ്നേഹിക്കണോ, അവരുടെ റാത്തീബ് ഈ റബീഉൽ ജമാദിൽ ഉലാ മാസം റബീഉൽ അവ്വലിൽ മീലാദ് ക്യാമ്പയിൻ നടത്തി. റബീഉൽ ആഖിർ മാസത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ ക്യാമ്പയിൻ നടത്തി. ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഈ ജമാദിൽ ഉലയിൽ ഞങ്ങളെ വീടുകളിൽ റിഫായി ശൈഖ് തങ്ങളെ ക്യാമ്പയിൻ നടത്തണോ, റിഫായി ശൈഖ് തങ്ങളെ പുസ്തകം സംഘടിപ്പിക്കണോ. ആ ചരിത്രം ഒരു പുസ്തകം ഫുള്ളായിട്ട് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓതി തീർക്കണോ. റിഫായി ശൈഖ് തങ്ങളെ സ്വഭാവം പഠിക്കണോ. എന്നിട്ടോ ദിവസവും അല്പാൽപ്പം റിഫായി മാല ചൊല്ലണം. എന്നിട്ടോ ഒരു 4 ദിവസമാകുമ്പോഴേക്ക് ഒരു മാല ഫുള്ളായി പൂർത്തീകരിക്കണം. അങ്ങനെ റിഫായി മാല ഈ ഒരു മാസത്തിൽ ധാരാളം പൂർത്തീകരിക്കണം. മറ്റു മാസങ്ങളിലും ചൊല്ലണം. ഇതുപോലെ റിഫായി റാത്തീബ് ഓരോ ദിവസം അല്പാൽപ്പം ചൊല്ലി പൂർത്തിയാക്കണം. അങ്ങനെ റിഫായി ശൈഖ് തങ്ങളെ ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിയാൽ അവരോട് ഞങ്ങൾക്കൊരു സ്നേഹമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അവരോട് നമുക്കൊരു സ്നേഹമുണ്ട്, പിരിശമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അവരെ പിരിശം വെച്ചാൽ എന്നോട് ഒരുത്തര് പിരിശം വെച്ചെങ്കിലോ ഏറ്റം പിരിശം ഞാൻ വെക്കും അതെന്നോവർ. എന്നോട് ആരെങ്കിലും പിരിശം വെച്ചാൽ അവരെ ഞാൻ അപ്പുറം അതിനേക്കാൾ കൂടുതൽ പിരിശം വെക്കും എന്ന് ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് അവരുടെ കാവല് നമുക്ക് കിട്ടുമെന്നതിൽ സംശയം വേണ്ട. ഇത് ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനോടെ ജീവിക്കാനും മരണം ഖൈറായ സമയത്ത് ആഫിയത്തുള്ള ദീർഘായുസ്സ് തന്ന് അവസാനം ഒരു നല്ല നേരം നോക്കി റബ്ബേ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ആരും പോകരുത്, എല്ലാവരും തങ്ങളുപ്പാപ്പാൻ്റെ ദുആക്കാണ് കാത്തിരിക്കണം. ഇത്ര നേരം നിങ്ങൾ ഇരുന്നത് അതുകൊണ്ടല്ലേ. അൽഹംദുലില്ലാ 2 ദിവസത്തിൻ്റെ പരിപാടി ഇന്നലെ കുട്ടികളുടെ പരിപാടി ഇവിടെ നടന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഇന്ന് സ്വലാത്തിൻ്റെ വാർഷിക പരിപാടി ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ സമാപന ദുആക്ക് നേതൃത്വം നൽകാനാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് തേന് കുപ്പിയുണ്ട്, മന്ത്രിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മന്ത്രിച്ചതാണ്. നല്ല നിയത്തോടു കൂടെ ലേലം വിളിക്കാനൊന്നും സമയമില്ല. നിങ്ങളൊരു സംഭാവന ഓരോരുത്തരും ഏറ്റെടുത്തിട്ട് 14 ഉണ്ട്. എത്ര അൽഹംദുലില്ലാ ആയിക്കോട്ടെ, ഒരു 313 രൂപ അങ്ങനെ പറഞ്ഞു. അൽഹംദുലില്ലാ. ആരാ ഒരു 14 പേരൊന്ന് കൈപൊക്ക, നല്ല നിയത്ത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്നാൽ വേഗം വരും, തങ്ങളുടെ പാപ്പാൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് കൊണ്ടുപോവാം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹ് ഇത് കൊണ്ടുപോകുന്നവർക്കും ഈ സദസ്സിലുള്ള എല്ലാവർക്കും നീ എല്ലാ അർത്ഥത്തിലുള്ള ശിഫ നൽകണം റഹ്മാനെ. അവിടെ ചെറുപ്പേ ഇനി ഇത് കൊണ്ടുപോയി തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കയറിയാൽ മതി. അല്ലാഹു തആല ഈ കൊണ്ടുപോകുന്നവർക്കൊക്കെ അല്ലാഹു നല്ല സന്തോഷം ജീവിതത്തിൽ നൽകട്ടെ. ഈ സദസ്സിൽ ഇത്ര നേരം ഇരുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വലിയ സദസ്സ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. പൂമണ്ണു എന്ന് പറഞ്ഞാൽ അതൊരു പൂമണ്ണ്, ഒരു നല്ല മണ്ണ് തന്നെ. അങ്ങനെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഒരു നല്ല മണ്ണായി അല്ലാഹു നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഡിസംബർ 12 KC റോഡിൽ വഅദ് പറയാൻ വേണ്ടി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നു KC റോഡിലും തലപ്പാടിയിലും ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട്
റബീഉൽ അവ്വലിൽ വന്ന് വാദ് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഇവിടെയും വന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഈ പരിസരം ഡിസംബർ 12 വരുന്നു. നിങ്ങളെല്ലാവരും ഇന്നത്തെ വാദിൻ്റെ ബാക്കി നമുക്ക് അവിടെ പറയാം. ബാക്കി എന്ന് പറഞ്ഞാൽ ഇതേ വിഷയങ്ങളൊന്നുമില്ല, വേറെയാണ്. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയാം. ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് അങ്ങോട്ട് പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും ഇൽമു കേൾക്കാനാണല്ലോ, വേറൊന്നിനല്ലല്ലോ. ആ ഇൽമു കേൾക്കാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു തആല നല്ല നല്ല കാര്യങ്ങളിൽ സഹകരിക്കാൻ ഞങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭക്ഷണം നൽകിയ വീട്ടുകാരുണ്ട്. ഹൈദർ പ്രവാസിയാണ്, UAE-യിലാണ് എന്നറിയാൻ സാധിച്ചു. അല്ലാഹു അവർക്കും അവരുടെ ഭാര്യക്കും മക്കൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അവരുടെ ഭാര്യമാർക്കും അല്ലാഹു വലിയ ഖൈർ നൽകട്ടെ. ആ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അവരുടെ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ ഇവിടെ വന്നപ്പോഴും മക്കളില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം വൈകാതെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, അധ്വാനിച്ചവർ, ഇവിടെയുള്ള ഈ മഹത്തായ പള്ളി മസ്ജിദുൽ അൻസാർ പൂമണ്ണൂർ തലപ്പാടി ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അത് പുതിയൊരു മദ്രസ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ, അങ്ങനെ ഈ നാട്ടിലെ നല്ലവരായ യുവാക്കൾ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഉസ്താദ് അബൂബക്കർ സിദ്ദീഖ് മദനി അവർ പറഞ്ഞത് കേട്ടു. ചെറുപ്പക്കാരൊക്കെ നന്നായി അധ്വാനിച്ചു, പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നിപ്പോയി. ആ യുവാക്കൾക്കും എല്ലാം അല്ലാഹു തആല വലിയ ഖൈറും ബർക്കത്തും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നൽകട്ടെ. ലൈവിൽ യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റുകൾ ഉണ്ടാകും. പിന്നെ ലൈവിൽ നോക്കുന്ന ആളുകൾക്ക് ദ്വാ ചെയ്യണം ഉസ്താദേ. ഞാൻ വാദ് പറയുമ്പോൾ ലൈവ് നോക്കിയിട്ട് വാദ് പറയുന്ന ആളല്ല. അതുകൂടി ഞാൻ പറയാം. അങ്ങനെ നോക്കിയിട്ട് വാദ് പറയുന്നെങ്കിലല്ലേ എനിക്ക് ആരൊക്കെ എന്തൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് കണ്ടിട്ട് ദ്വാർക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഇങ്ങനെ വാദ് പറയാണ്, ലൈവ് നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്നു, ഞാനതൊന്നും കാണുന്നില്ല. ചിലപ്പോൾ വാദ് കഴിഞ്ഞിട്ട് പോയിട്ട് ഞാനത് കാണാറുണ്ട്. എന്നാലും ഒറ്റയടിക്ക് ലൈവ് കാണുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ സ്നേഹജനങ്ങൾക്കും ഞങ്ങൾ എല്ലായിടത്തും ദ്വാ ചെയ്യാറുണ്ട്. ഇവിടെ ചെറുപ്പേ ഈ ലൈവിലൂടെയും അല്ലാതെ ഫിസിക്കലായി ആരെല്ലാം ഞങ്ങളെ മുന്നിലിരുന്ന് നേരിട്ടിരുന്ന് വാദ് കേൾക്കുന്നവരായാലും ലൈവിൽ ഇരുന്ന് വാദ് കേൾക്കുന്നവരായാലും ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതിയിട്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ടോ, മനസ്സിൽ കരുതി സദസ്സിൽ ഇരിക്കുന്നുണ്ടോ, ഞങ്ങളെ പരിപാടികൾ വീക്ഷിക്കുന്നുണ്ടോ, അവരുടെയും ഞങ്ങളുടെയും സർവ്വ ഉദ്ദേശങ്ങളെ ഹാസ്വിലാക്കി വിഷമങ്ങളെല്ലാം തീർത്തു തന്ന് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് മുഴുവനും സ്വർഗ്ഗം നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. إن شاء الله